തലസ്ഥാനത്ത് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പേരൂർക്കട ജില്ലാ ആശുപത്രിയിലും ഓണസദ്യ നൽകി. ആശുപത്രിയിൽ സേവാഭാരതി വർഷങ്ങളായി ഉച്ചക്കഞ്ഞി വിതരണം നടത്തി വരുന്നുണ്ട്. സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയവരും ഓണസദ്യ കഴിക്കാൻ എത്തിയിരുന്നു. ചലച്ചിത്ര താരം ജി കൃഷ്ണകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ NDRF-നോ SDRF-നോ എത്താൻ പറ്റാത്തതോ രക്ഷപ്പെടാൻ പറ്റാത്തതുമായ മേഖലകളിൽ നമ്മുടെ ആൾക്കാർ പരിപാടി അവിടെ ഇറങ്ങി ചെന്നാണ് ജീവനോട് ആൾക്കാർ എടുക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ മരണപ്പെട്ടവരുടെ ശവം എടുക്കുന്നതായിക്കോട്ടെ, ഇതെല്ലാം വളരെ വലിയ കർമ്മങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര പേര് അറിയുന്നുണ്ടെന്ന് എനിക്ക് സംശയം. കാരണം ഇത്രയും വലിയ കർമ്മം ചെയ്തിട്ട് സേവാഭാരതി അറിയാം, പക്ഷെ നമ്മൾ വളരെ പരിമിതമായ ആൾക്കാരിൽ അറിയുന്നു. അപ്പം ഞാനും എൻ്റെ കുടുംബം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ 10 പേരെ അറിയിക്കണം. കാലം മാറിയിരിക്കുക. പണ്ട് പറയും ഇടത്തെ കൈ ചെയ്യുന്നത് വലത്തെ കൈ അറിയരുത്. ഇന്ന് കാലം മാറിയിരിക്കും. ഇടത്തെ കൈ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴേ വലത്തെ കൈ അറിയിച്ചോണം. അങ്ങനത്തെ കാലമാണ്. നാടോടുമ്പോൾ നടുവേ ഓടണം. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ നോക്കും, ഡിജിറ്റൽ ഇന്ത്യ കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം ശരിയായ രീതിയിൽ പാർട്ടിക്കൊണ്ട് എല്ലാം പ്രചരണം നടത്തുന്നത് സോഷ്യൽ മീഡിയയിൽ. കാരണം പണ്ട് പത്രം വായിക്കണം, ഇന്ന് വായിക്കില്ലെന്നല്ല. പക്ഷെ ഇന്ന് യുവജനങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയ ഫോണിനകത്താണ്. ഫ്ലെക്സിലോട്ട് പോയി മോളോട്ട് പോയി ഉയർന്നു നോക്കുന്നത് കട പിടിച്ച് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഈ ഫോണിനകത്ത് നമ്മുടെ പ്രവർത്തകരെ കുറിച്ച് അറിയിക്കണം. ഇന്ന് തന്നെ ആലോചിക്കുന്നു, എന്റെയൊക്കെ വീട്ടിൽ പോലും എല്ലാ ദിവസവും ഞാൻ ഇത്ര വൈകിട്ട് എണ്ണാൻ വരുന്നു പറഞ്ഞാൽ ചിലപ്പോൾ 3 ആയിട്ടില്ല, കുറച്ച് കഴിഞ്ഞ് പറയണം എൻ്റെ വീട്ടിൽ പറയണം. പക്ഷേ ഇവിടെ ഒരു ആശയം